സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. നമുക്ക് 3 തരം പച്ചടി ഉണ്ടാക്കാം. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ആദ്യം ഈ 2 പോമോഗ്രാനൈറ്റ് ഒന്ന് പൊളിച്ചെടുക്കാം. ഇത് വാഴയുടെ കാമ്പാണ്. ഇത് നമുക്ക് ചെറുതായി മുറിച്ചെടുക്കാം. ഇതിൽ ഒരുപാട് ഫൈബർ ഉള്ളതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് വളരെയധികം നല്ലതാണ്. അതുകൊണ്ട് ഇത് എല്ലാവരും നശിപ്പിച്ച് കളയാതെ ഉപയോഗിക്കണം. ഇനി ഇത് വട്ടത്തിൽ മുറിച്ച് ചെറുതായി മുറിച്ചെടുക്കാം. ഇതിൻ്റെ നാരെല്ലാം വലിച്ചു കളഞ്ഞ ശേഷം എത്ര കണ്ട് ചെറുതായി മുറിക്കാൻ പറ്റുന്നുവോ അത്ര കണ്ട് ചെറുതായി മുറിക്കുന്നതാണ് നല്ലത്. ഇനി ഇത് മുറിച്ച ശേഷം 2 പാത്രങ്ങളിലായി മാറ്റി വയ്ക്കാം. കഴിയുമെങ്കിൽ ഇത് ദിവസവും ഉണ്ടാക്കി കഴിച്ചാൽ അത്രയും നല്ലതാണ്. ഒന്നിൽ ഉപ്പ് ചേർത്താണ് മാറ്റി വെക്കേണ്ടത്. അരമണിക്കൂർ നേരം മാറ്റി വെക്കണം. ഉപ്പ് ചേർക്കാതെ മാറ്റിവെച്ച കാമ്പ് നമുക്ക് വേവിച്ചെടുക്കേണ്ടതാണ്. ഇത് രണ്ടും വേവിക്കാതെയാണ് ഉണ്ടാക്കേണ്ടത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഫ്രൂട്ട്സിൽ ഉപ്പിട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഇനി 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും 6 പച്ചമുളകും 1/2 ടീസ്പൂൺ കടുകും കൂടി ഒന്ന് അരച്ചെടുക്കാം. ഇത് തേങ്ങയുടെ കൂടെ ഇട്ടും അരച്ചെടുക്കാവുന്നതാണ്. ഇങ്ങനെ വേറെ അരക്കണം എന്നില്ല. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി ഇത് രണ്ടിലേക്കും ഇഞ്ചിയുടെ കൂട്ട് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ വീതമാണ് ഇട്ട് കൊടുക്കേണ്ടത്. മാതളത്തിൽ 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കാം.
ഈ രണ്ട് പച്ചടിയും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ അരച്ചത് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ നല്ലതുപോലെ അരച്ചിരിക്കണം. വേവിച്ച പച്ചടിയും വേവിക്കാത്ത പച്ചടിയും രണ്ടും വെവ്വേറെ സ്വാദാണ്. ഇനി ഇത് രണ്ടും നല്ലതുപോലെ ഇളക്കി ഉപ്പുണ്ടോ എന്ന് നോക്കി മാറ്റി വയ്ക്കാം. തൈര് ഒഴിച്ച ശേഷമാണ് വേവിക്കാത്ത പച്ചടിയിൽ തേങ്ങ ഒഴിക്കേണ്ടത്. ഇനി മറ്റേ പാത്രത്തിൽ അരിഞ്ഞു വെച്ച കാമ്പെടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് ഒരു പാനിലിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിക്കണം. രണ്ടും ഓരോ കപ്പ് വീതമാണ് കാമ്പ് എടുത്തത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കാമ്പിന് വലിയ വേവില്ല, അതുകൊണ്ട് വളരെ പെട്ടെന്ന് ആയി കിട്ടും. ഇതിലേക്ക് ആദ്യം തേങ്ങയാണ് ഒഴിക്കേണ്ടത്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചിയുടെ കൂട്ടുമിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ ഇഞ്ചിയുടെ കൂട്ട് 3 വീതമാക്കി മാറ്റി വെച്ച ശേഷമാണ് ഓരോന്നിലും ഇട്ട് കൊടുക്കേണ്ടത്. തേങ്ങയുടെ കൂടെ ഇട്ട് അരക്കുകയാണെങ്കിലും അത് 3 വീതമാക്കി മാറ്റി വയ്ക്കും. ഇഞ്ചിയുടെ കൂട്ടും തേങ്ങയും ഒന്ന് വെന്ത ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്ത് ഒന്ന് തണുത്ത ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ 3 പച്ചടികളും റെഡിയായി. സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ 3 പച്ചടി. ഇതിലേക്ക് ഓരോന്നുള്ളി കടുക് വറുത്തിടാം. 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് വറുത്തെടുക്കാം. ഈ 3 പച്ചടികളും നല്ല സ്വാദാണ്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക.
എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.